ഹായ് ഹലോ മക്കളെ, എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ മക്കളുടെ സാമൂഹ്യ ശാസ്ത്രത്തിലെ 2ാമത്തെ പാഠമാണ് കേട്ടോ. ആദ്യകാല രാഷ്ട്രങ്ങൾ എന്നാണ് ഈ ചാപ്റ്ററിൻ്റെ പേര്. ഈ ചാപ്റ്ററും അതിലെ മുഴുവൻ പ്രവർത്തനങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്തു നോക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. വളരെ സന്തോഷത്തിലാണ് തിങ്കൾമേട് സർക്കാർ വിദ്യാലയത്തിലെ കുട്ടികൾ. സാംസ്കാരിക വിനിമയ പരിപാടിയുടെ മലയാള പരിഭാഷയിലുള്ള സംപ്രേഷണം കാണാൻ എല്ലാവരും കോൺഫറൻസ് ഹാളിൽ എത്തിയിട്ടുണ്ട്. ഹെഡ് മാസ്റ്റർ സംസാരിച്ചു തുടങ്ങി. പ്രിയപ്പെട്ട കുട്ടികളെ, സാംസ്കാരിക വിനിമയ പരിപാടിയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വിവിധ രാജ്യങ്ങളുടെയും പ്രദേശങ്ങളുടെയും ചരിത്രവും സംസ്കാരവും പരസ്പരം മനസ്സിലാക്കുന്നതിന് സഹായിക്കുന്നതാണ് സാംസ്കാരിക വിനിമയ പരിപാടികൾ. വിവിധ രാജ്യങ്ങളിലെ വിദ്യാർത്ഥി പ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് എല്ലാ വർഷവും ഇത്തരം സാംസ്കാരിക വിനിമയ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. ഈ വർഷം ഗ്രീസ്, ഇറാൻ, ഇറ്റലി എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് ഇന്ത്യ സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ പങ്കെടുത്തത്. ഓരോ രാജ്യത്തു നിന്നുമുള്ള വിദ്യാർത്ഥി പ്രതിനിധികൾ അവരുടെ രാജ്യത്തിന്റെ ചരിത്രവും സംസ്കാരവും പങ്കുവച്ചത് നമുക്ക് പരിചയപ്പെടാം. ഗ്രീസിൽ നിന്നുള്ള അഥീന ഒളിമ്പിക്സ് ചിഹ്നം പ്രദർശിപ്പിച്ചുകൊണ്ടാണ് സ്വന്തം നാടിന്റെ വിശേഷങ്ങൾ പങ്കുവച്ചത്. കൂട്ടുകാരെ, ഈ ചിഹ്നം നിങ്ങൾക്ക് പരിചിതമാണല്ലോ. ഇന്ന് ലോകം മുഴുവൻ ഉത്സാഹത്തോടെ പങ്കെടുക്കുന്ന ഒളിമ്പിക്സിന് ആരംഭം കുറിച്ചത് പുരാതന ഗ്രീസിലാണ്. ഗ്രീക്ക് നഗരരാഷ്ട്രമായ ഏതൻസിൽ ഉടലെടുത്ത ജനാധിപത്യം ഞങ്ങൾ ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവനയാണ്. തെക്ക് കിഴക്കൻ യൂറോപ്പിലാണ് ഗ്രീസ് സ്ഥിതി ചെയ്യുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് ഉയർന്നു സ്ഥിതി ചെയ്യുന്ന ഒറ്റപ്പെട്ട താഴ്വരകൾ, കുന്നുകൾ, ചെറുപർവ്വതങ്ങൾ തുടങ്ങിയ ഭൂമിശാസ്ത്ര സവിശേഷതകളാൽ സമ്പന്നമാണ് എന്റെ രാജ്യം. അഥീനയുടെ വിവരണം ശ്രദ്ധിച്ചല്ലോ. എന്തൊക്കെ വിവരങ്ങളാണ് ഇതിൽ നിന്ന് ലഭിച്ചത്? ഒളിമ്പിക്സ് ആരംഭിച്ചത് പുരാതന ഗ്രീസിലാണ്. ഗ്രീസിലെ നഗരരാഷ്ട്രമായ ഏതൻസിലാണ് ജനാധിപത്യം ഉടലെടുത്തത്. തെക്ക് കിഴക്കൻ യൂറോപ്പിലാണ് ഗ്രീസ് സ്ഥിതി ചെയ്യുന്നത്. വ്യത്യസ്തമായ ഭൂമിശാസ്ത്ര സവിശേഷതകളാൽ സമ്പന്നമാണ് ഗ്രീസ്. പുരാതന ഗ്രീസിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്ക് അന്വേഷിക്കാം. ഗ്രീക്ക് നഗരരാഷ്ട്രങ്ങൾ. പുരാതന ഗ്രീസിൽ ഗ്രാമങ്ങളായിരുന്നു പ്രധാന അധിനിവാസ കേന്ദ്രങ്ങൾ. കൃഷിയും കച്ചവടവും വികസിച്ചതോടെ നഗരങ്ങൾ രൂപം കൊണ്ടു. കാലക്രമേണ ഒരു നഗരവും ചുറ്റുമുള്ള കുറെ ഗ്രാമങ്ങളും ഒത്തുചേർന്ന് നഗരരാഷ്ട്രങ്ങളായി രൂപാന്തരം പ്രാപിക്കാൻ തുടങ്ങി. ഈ നഗരരാഷ്ട്രങ്ങൾ പോളിസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഭൂപടം 2.1 നിരീക്ഷിച്ച് പുരാതന ഗ്രീസിൽ നിലനിന്നിരുന്ന പ്രധാന നഗരരാഷ്ട്രങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തി എഴുതൂ. ഇതാണ് ഭൂപടം 2.1 എന്ന് പറയുന്നത്. ഇതിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അവിടെ നിലനിന്നിരുന്ന പ്രധാന നഗരരാഷ്ട്രങ്ങൾ തീബ്സ്, കൊറിന്ത്, ഏഥൻസ്, സ്പാർട്ട തുടങ്ങിയവയായിരുന്നു. കടലുകളോ ഉയർന്ന പർവ്വതങ്ങളോ പുരാതന ഗ്രീസിലെ ഈ നഗരരാഷ്ട്രങ്ങളെ തമ്മിൽ വേർതിരിച്ചിരുന്നു. അതിനാൽ ഓരോ നഗരരാഷ്ട്രവും ഒറ്റപ്പെട്ട നിലയിലായിരുന്നു. ഇക്കാരണത്താൽ ഒരു പൊതുഭരണ സംവിധാനം പുരാതന ഗ്രീസിൽ ഉണ്ടായിരുന്നില്ല. ഗ്രീസിലെ പ്രധാന നഗരരാഷ്ട്രങ്ങളായിരുന്നു ഏഥൻസും സ്പാർട്ടയും. ഇനി ഏഥൻസിനെ കുറിച്ച് നോക്കാം. നിങ്ങൾ ക്ലാസ് ലീഡറെയും സ്കൂൾ ലീഡറെയും ഒക്കെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്? കൂട്ടായ തീരുമാനത്തിലൂടെയോ വോട്ടെടുപ്പിലൂടെയോ ആയിരിക്കാം അല്ലേ? ഇപ്രകാരം ഭരണാധികാരികളെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന സംവിധാനം ഏതാണ്? ജനാധിപത്യ ഭരണ സംവിധാനത്തിലൂടെയാണല്ലേ തിരഞ്ഞെടുക്കുന്നത്. ജനാധിപത്യത്തിന്റെ ആദ്യ രൂപം ഉടലെടുത്തത് ഗ്രീക്ക് രാഷ്ട്രമായ ഏഥൻസിലാണ്. ഭരണകർത്താക്കളെ തിരഞ്ഞെടുക്കുന്നതിനും നിയമനിർമ്മാണത്തിലും ഏഥൻസിലെ പൗരത്വമുള്ള എല്ലാ പുരുഷന്മാർക്കും പങ്കാളിത്തമുണ്ടായിരുന്നു. സ്ത്രീകൾ, അടിമകൾ, വിദേശികൾ തുടങ്ങിയവർക്ക് പൗരത്വ പദവി ഉണ്ടായിരുന്നില്ല. പെരിക്ലിസിന്റെ കാലത്താണ് ഏഥൻസിൽ ജനാധിപത്യം വിപുലമാകാൻ തുടങ്ങിയത്. ഏഥൻസിലെ രാഷ്ട്രീയ സഭ അസംബ്ലി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇനി ആരൊക്കെയായിരുന്നു ഏഥൻസിലെ പൗരർ എന്ന് നോക്കാം. ഏഥൻസിൽ എല്ലാവരെയും പൗരരായി പരിഗണിച്ചിരുന്നില്ല. ഒരു വ്യക്തിക്ക് പൗരത്വ പദവി ലഭിക്കണമെങ്കിൽ അയാൾ സ്വതന്ത്രനായ പുരുഷനായിരിക്കണം, രക്ഷകർത്താക്കൾ ഏഥൻസുകാർ ആയിരിക്കണം എന്നിങ്ങനെയുള്ള നിബന്ധനകൾ ഉണ്ടായിരുന്നു. ആരായിരുന്നു പെരിക്ലിസ് എന്ന് നോക്കാം. ഏഥൻസിലെ ശക്തനായ ഭരണാധികാരിയായിരുന്ന പെരിക്ലിസിന്റെ ഭരണകാലത്താണ് ഏഥൻസ് ഗ്രീക്ക് നഗരരാഷ്ട്രങ്ങളിൽ പ്രബലമായ സ്ഥാനം നേടിയെടുത്തത്. അധികാരം ഒരാളിൽ കേന്ദ്രീകരിക്കാതെ എല്ലാ ജനങ്ങൾക്കും പങ്കാളിത്തമുള്ളതാകണം എന്നതായിരുന്നു പെരിക്ലിസിന്റെ ആശയം. ഇനി ഏഥൻസിന്റെ മറ്റ് സവിശേഷതകൾ നമുക്ക് പരിചയപ്പെടാം. കലാ, സംസ്കാരം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിയിരുന്ന വിദ്യാഭ്യാസ രീതിയായിരുന്നു. ആൺകുട്ടികൾക്ക് 2 വർഷത്തെ നിർബന്ധിത സൈനിക സേവനം നൽകിയിരുന്നു. ശക്തമായ കപ്പൽ പടയും സൈനിക വ്യൂഹവും ഉണ്ടായിരുന്നു. ഇനി അടുത്തതായി നമുക്ക് സ്പാർട്ടയെ കുറിച്ച് നോക്കാം. ഏഥൻസിൽ നിന്നും വ്യത്യസ്തമായി പ്രഭുഭരണമാണ് സ്പാർട്ടയിൽ നിലനിന്നിരുന്നത്.
പരമ്പരാഗത മൂല്യങ്ങൾക്കും സൈനിക പരിശീലനത്തിനും മുൻതൂക്കമുള്ള വിദ്യാഭ്യാസ സമ്പ്രദായമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ആൺകുട്ടികൾക്ക് 23 വർഷത്തെ സൈനിക സേവനം നിർബന്ധമായിരുന്നു. ഏതൻസിന്റെയും സ്പാർട്ടയുടെയും സവിശേഷതകൾ സംഭാഷണ രൂപത്തിൽ അവതരിപ്പിക്കൂ. ആദ്യത്തെയാള് ഏതൻസിനെ കുറിച്ച് പറയുന്നത് നോക്കൂ. ഞങ്ങളുടെ നാട് ജനാധിപത്യത്തിന്റെ ജന്മഗൃഹം എന്നാണ് അറിയപ്പെടുന്നത്. സ്പാർട്ടയെ കുറിച്ച് എന്ത് പറയാം? ഞങ്ങളുടെ നാട് സൈനിക സേവനം പരിശീലിപ്പിക്കുന്ന നാട് എന്നറിയപ്പെടുന്നു. ഗ്രീക്ക് നഗരരാഷ്ട്രങ്ങളുമായി ശത്രുതയിലായിരുന്ന പേർഷ്യൻ സാമ്രാജ്യത്തെ ഏതൻസിന്റെയും സ്പാർട്ടയുടെയും സംയുക്ത സൈന്യം ആക്രമിച്ചു കീഴടക്കി. ഈ യുദ്ധങ്ങളാണ് ഗ്രീക്കോ പേർഷ്യൻ യുദ്ധങ്ങൾ എന്നറിയപ്പെടുന്നത്. എന്നാൽ പിൽക്കാലത്ത് ഏതൻസുമായി ശത്രുതയിലായിരുന്ന സ്പാർട്ടയുമായി സഖ്യത്തിലായിരുന്ന ചില നഗരരാഷ്ട്രങ്ങളും ചേർന്ന് ഏതൻസിനെ ആക്രമിച്ചു. പെലോപ്പനീഷ്യൻ യുദ്ധങ്ങൾ എന്നറിയപ്പെട്ട ഈ യുദ്ധത്തിൽ സ്പാർട്ട വിജയിച്ചു. മാരത്തൺ ഓട്ടം. ഗ്രീക്കോ പേർഷ്യൻ യുദ്ധകാലത്ത് ഏതൻസിൽ നിന്ന് 26 മൈലുകൾക്കപ്പുറത്തുള്ള മാരത്തണിൽ വെച്ച് ഗ്രീക്കുകാരും പേർഷ്യക്കാരും ഏറ്റുമുട്ടി. യുദ്ധത്തിൽ ഗ്രീക്കുകാർ വിജയികളായി. വിജയവാർത്ത അറിയിക്കുന്നതിന് വേണ്ടി ഒരു സന്ദേശവാഹകനെ ഏതൻസിലേക്ക് അയച്ചു. അത്രയും ദൂരം ഓടിയെത്തി അയാൾ സന്തോഷത്തോടെ ആഹ്ലാദിക്കൂ, നമ്മൾ വിജയിച്ചു എന്ന് ആർത്തുവിളിച്ചു. എന്നാൽ ദീർഘദൂരം ഓടിയതിന്റെ ഫലമായി അയാൾ അപ്പോൾ തന്നെ മരണപ്പെട്ടു. ഈ ഓട്ടത്തിന്റെ ഓർമ്മയ്ക്കായി ദീർഘദൂര ഓട്ടത്തിന് മാരത്തൺ ഓട്ടം എന്ന് പേര് നൽകിയിരിക്കുന്നു. ഹെറോഡോട്ടസും തൂസിഡൈഡ്സും ഗ്രീക്കോ പേർഷ്യൻ യുദ്ധങ്ങളെ ഇതിവൃത്തമാക്കി രചിച്ച കൃതിയാണ് ദ ഹിസ്റ്ററീസ്. ലോകത്തെ ആദ്യത്തെ ചരിത്ര കൃതിയാണ് ഇത്. ചരിത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഹെറോഡോട്ടസ് ആണ് ഈ കൃതി രചിച്ചത്. സ്പാർട്ടയും ഏതൻസും തമ്മിൽ നടന്ന പെലോപ്പനേഷ്യൻ യുദ്ധങ്ങളുടെ ചരിത്രം രേഖപ്പെടുത്തിയത് തൂസിഡൈഡ്സ് എന്ന ചരിത്രകാരനാണ്. ഹിസ്റ്ററി ഓഫ് ദ പെലോപ്പനേഷ്യൻ വാർ എന്നാണ് ആ ചരിത്രകൃതിയുടെ പേര്. ഇനി ഗ്രീക്ക് തത്വചിന്തകരെ കുറിച്ച് നോക്കാം. ലോകത്തെ സ്വാധീനിച്ച പ്രധാന ഗ്രീക്ക് തത്വചിന്തകരാണ് സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ എന്നിവർ. അതിൽ ഓരോരുത്തരെ കുറിച്ച് നമുക്ക് നോക്കാം. ആദ്യം സോക്രട്ടീസിനെ നോക്കാം. അറിവാണ് നന്മ എന്ന തത്വത്തിന് പ്രാധാന്യം നൽകി. സംവാദ രീതിയിലൂടെ ആശയങ്ങൾ പ്രചരിപ്പിച്ചു. പ്ലേറ്റോ സോക്രട്ടീസിന്റെ ശിഷ്യൻ എന്നറിയപ്പെടുന്നു. അക്കാദമി എന്ന പഠന കേന്ദ്രം സ്ഥാപിച്ചു. പ്രധാന കൃതി റിപ്പബ്ലിക് ആണ്. അരിസ്റ്റോട്ടിൽ പ്ലേറ്റോയുടെ അക്കാദമിയിൽ വിദ്യാർത്ഥിയായിരുന്നു. ലൈസിയം എന്ന പഠന കേന്ദ്രം സ്ഥാപിച്ചു. പൊളിറ്റിക്സ് എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവാണ്. പുരാതന ഗ്രീക്ക് സംസ്കാരത്തെക്കുറിച്ച് വിവരങ്ങൾ ലഭിക്കുന്നത് ഹോമറിന്റെ ഇതിഹാസ കാവ്യങ്ങളായ ഇലിയഡ്, ഒഡീസി എന്നിവയിൽ നിന്നാണ്. ഇലിയഡിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അവിടെ നോക്കാം. ഗ്രീക്കുകാർ ട്രോയ് നഗരത്തിന് നേരെ നടത്തിയ യുദ്ധത്തിന്റെ കഥയാണ് ഇലിയഡ്. ട്രോയ് നഗരവുമായുള്ള വർഷങ്ങൾ നീണ്ട യുദ്ധത്തിന് ശേഷവും ഗ്രീക്ക് സൈന്യത്തിന് വിജയിക്കാനായില്ല. അവർ ഒരു കൂറ്റൻ മരക്കുതിരയുണ്ടാക്കി. ഏറ്റവും മികച്ച പോരാളികളെ കുതിരയ്ക്കുള്ളിലാക്കിയ ശേഷം ട്രോയ് നഗരത്തിന്റെ വഴിയിൽ ഉപേക്ഷിച്ച് പിൻവാങ്ങി. തോൽവി സമ്മതിച്ച ഗ്രീക്കുകാർ നൽകിയ സമ്മാനമാണ് ആ മരക്കുതിരയെന്ന് ട്രോജന്മാർ കരുതി. വിജയലഹരിയിൽ ട്രോജന്മാർ മരക്കുതിരയെ വലിച്ച് നഗരത്തിനുള്ളിലേക്ക് കൊണ്ടുവന്നു. രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ കുതിരയ്ക്കുള്ളിൽ നിന്നും ഭടന്മാർ പുറത്തിറങ്ങി. കടലിൽ ഒളിച്ചു കിടക്കുകയായിരുന്ന ഗ്രീക്ക് കപ്പലുകൾ ട്രോയിലേക്ക് ഇരച്ചു കയറി. പ്രഭാതത്തിൽ ട്രോയ് നഗരം നാമാവശേഷമായി തീർന്നു. അതിന് താഴെ നമുക്കൊരു ചോദ്യം തന്നിട്ടുണ്ട്. ചരിത്രം, തത്വചിന്ത, സാഹിത്യം എന്നീ മേഖലകളിൽ സംഭാവന നൽകിയ ഗ്രീക്കുകാരുടെ ചിത്രങ്ങളും വിവരങ്ങളും ഉൾപ്പെടുത്തി ഒരു ചുമർ പത്രിക തയ്യാറാക്കുക. ഇത് നിങ്ങൾക്ക് ക്ലാസ്സിൽ ചെയ്തു നോക്കാവുന്ന പ്രവർത്തനമാണ് കേട്ടോ. ചിത്രങ്ങളും അതിനെക്കുറിച്ചുള്ള ഓരോ വിവരങ്ങളൊക്കെ ശേഖരിച്ച് ചുമർ പത്രികയാക്കിയിട്ട് ക്ലാസ്സിൽ പ്രദർശിപ്പിക്കണം. അടുത്തതായി നമുക്ക് പേർഷ്യൻ സാമ്രാജ്യത്തെ കുറിച്ച് നോക്കാം. നമ്മളിപ്പോൾ ഗ്രീക്ക് സാമ്രാജ്യത്തെ കുറിച്ചാണ് നോക്കിയത്. ഇനി പേർഷ്യൻ സാമ്രാജ്യത്തെ കുറിച്ച് കുട്ടി പറയുന്നത് നോക്കൂ. കൂട്ടുകാരെ, ഞങ്ങളുടെ രാജ്യമായ ഇറാൻ പേർഷ്യൻ സാംസ്കാരിക പൈതൃകം ഉൾക്കൊള്ളുന്നു. അക്കാലത്ത് നിലനിന്നിരുന്ന സാമ്രാജ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു പേർഷ്യൻ സാമ്രാജ്യം. വ്യത്യസ്ത ഭൂപ്രദേശങ്ങൾ ഈ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നതിനാൽ വൈവിധ്യമാർന്ന സാംസ്കാരികവും ഭാഷയും പാരമ്പര്യവും ഒത്തുചേർന്നതായിരുന്നു പേർഷ്യൻ സാമ്രാജ്യം. പെർസപ്പോളിസ് ആയിരുന്നു ഈ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം. ഇറാനെ പ്രതിനിധീകരിച്ച് സാംസ്കാരിക വിനിമയ പരിപാടിയിൽ പങ്കെടുത്ത ജഹാന്റെ വിവരണം ശ്രദ്ധിച്ചല്ലോ. എന്തെല്ലാം ആശയങ്ങളാണ് ഈ വിവരണത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്? പേർഷ്യൻ സാംസ്കാരിക പൈതൃകം ഉൾക്കൊള്ളുന്ന രാജ്യമാണ് ഇന്നത്തെ ഇറാൻ. വ്യത്യസ്ത ഭൂപ്രദേശങ്ങൾ പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു. പെർസപ്പോളിസ് ആയിരുന്നു പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം. പേർഷ്യൻ സാമ്രാജ്യത്തിലെ പ്രമുഖരായ ഭരണാധികാരികളായിരുന്നു സൈറസും ഡാരിയസ് ഒന്നാമനും സെർക്സിസും. പേർഷ്യൻ ഭരണ സംവിധാനത്തെ കുറിച്ച് നമുക്ക് നോക്കാം. ഭരണ സൗകര്യത്തിനായി വിശാലമായ സാമ്രാജ്യത്തെ നിരവധി സത്രപി അഥവാ പ്രവിശ്യകളായി വിഭജിച്ചിരുന്നു. സത്രപ് എന്നറിയപ്പെട്ടിരുന്ന ഗവർണർമാരുടെ കീഴിലായിരുന്നു സത്രപികൾ. സത്രപ്മാർ രാജാവിന്റെ നിയമങ്ങളും നികുതി സമ്പ്രദായങ്ങളും സത്രപികളിൽ നടപ്പിലാക്കി.
സരതുഷ്ട്ര ദർശനം എന്താണെന്ന് നോക്കാം. പേർഷ്യയിലാണ് സരതുഷ്ട്ര ദർശനം രൂപം കൊണ്ടത്. സരതുഷ്ട്രയാണ് സ്ഥാപകൻ. അഹുരമസ്ത എന്ന വിളിക്കപ്പെട്ട ഏകദൈവത്തിൽ വിശ്വസിച്ചു. സെന്റ് അവസ്ഥയായിരുന്നു മതഗ്രന്ഥം. പേർഷ്യൻ സാമ്രാജ്യത്തെയും സംസ്കാരത്തെയും കുറിച്ച് ഒരു പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നതിനുള്ള ചോദ്യോത്തരങ്ങൾ തയ്യാറാക്കുക എന്നൊരു ചോദ്യം നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ചോദ്യം 1, പേർഷ്യൻ സാമ്രാജ്യത്തിലെ പ്രമുഖരായ ഭരണാധികാരികൾ ആരെല്ലാമായിരുന്നു? സൈറസ്, ദാരിയസ് ഒന്നാമൻ, സെർക്സിസ്. ചോദ്യം 2, പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ ഔദ്യോഗിക മതം ഏതായിരുന്നു? സരതുഷ്ട്ര മതമായിരുന്നു. ചോദ്യം 3, പേർഷ്യൻ സാമ്രാജ്യത്തെ ഭരണ സൗകര്യത്തിനായി എന്തായി വിഭജിച്ചിരുന്നു? സത്രപികളായാണ് വിഭജിച്ചത്, അഥവാ പ്രവിശ്യകളായിട്ട്. പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം ഏതായിരുന്നു? പെർസെപോളിസ് ആയിരുന്നു തലസ്ഥാനം. ചോദ്യം 5, അവർ വിശ്വസിച്ചിരുന്ന ദൈവം ഏതായിരുന്നു? അഹുരമസ്ത എന്ന ഏകദൈവത്തിലായിരുന്നു അവർ വിശ്വസിച്ചിരുന്നത്. അവരുടെ മതഗ്രന്ഥം ഏത് പേരിൽ അറിയപ്പെടുന്നു? സെന്റ് അവസ്ഥയാണ് അവരുടെ മതഗ്രന്ഥം. അടുത്തതായി നമുക്ക് റോമൻ സാമ്രാജ്യത്തെ കുറിച്ച് നോക്കാം. ഹായ് കൂട്ടുകാരെ, എൻ്റെ പേര് എലീന. എൻ്റെ നാടായ ഇറ്റലി റോമ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു. പാശ്ചാത്യ നാഗരികതയുടെ ജന്മസ്ഥലമായാണ് റോമ നഗരം കണക്കാക്കപ്പെടുന്നത്. എല്ലാ പാതകളും റോമിലേക്ക് എന്ന പ്രയോഗം തന്നെ ഈ സാമ്രാജ്യത്തിന്റെ പ്രാധാന്യം സൂചിപ്പിക്കുന്നു. ആദ്യകാലത്ത് റോമിൽ രാജഭരണമായിരുന്നു നിലനിന്നിരുന്നത്. എന്നാൽ കാലക്രമത്തിൽ പ്രജാതൽപരർ അല്ലാത്ത ഭരണാധികാരികൾക്കെതിരെ കലാപങ്ങൾ ഉയർന്നു വരികയും BCE 6-ാം നൂറ്റാണ്ടിൽ രാജഭരണം അവസാനിക്കുകയും ചെയ്തു. തുടർന്ന് റിപ്പബ്ലിക് എന്ന പുതിയൊരു ഭരണ സംവിധാനം റോമിൽ നിലവിൽ വന്നു. പുരാതന റോമിന്റെ ചരിത്രത്തിലെ പ്രധാന വഴിത്തിരിവായിരുന്നു റിപ്പബ്ലിക്കിന്റെ ഉദയം. പുരാതന റോമിനെ കുറിച്ച് എലീന നൽകിയ വിവരണത്തിൽ നിന്നും ലഭിച്ച വിവരങ്ങൾ കുറിക്കൂ. പാശ്ചാത്യ നാഗരികതയുടെ ജന്മസ്ഥലമായി റോമ നഗരം കണക്കാക്കപ്പെടുന്നു. റോമിൽ രാജഭരണം നിലനിന്നിരുന്നു. BCE 6-ാം നൂറ്റാണ്ടിൽ രാജഭരണം അവസാനിച്ച് റിപ്പബ്ലിക് ഭരണ സംവിധാനം നിലവിൽ വന്നു. പുരാതന റോമിന്റെ ചരിത്രത്തിലെ വഴിത്തിരിവായിരുന്നു റിപ്പബ്ലിക്കിന്റെ ഉദയം. റിപ്പബ്ലിക്കൻ ഭരണ സംവിധാനത്തിൽ രാജാവിനു പകരം കോൺസൽ എന്നറിയപ്പെട്ടിരുന്ന തെരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗസ്ഥർക്കായിരുന്നു ഭരണ ചുമതല. BCE 1-ാം നൂറ്റാണ്ടിൽ റോമൻ റിപ്പബ്ലിക്കിന്റെ കോൺസൽ പദവി വഹിച്ചിരുന്ന ജൂലിയസ് സീസർ റിപ്പബ്ലിക്കൻ ഭരണരീതി അവസാനിപ്പിച്ച് ഏകാധിപതിയായി അധികാരം കൈയടക്കി. അഗസ്റ്റസിന്റെ ഭരണകാലത്താണ് റോമൻ റിപ്പബ്ലിക് പൂർണ്ണമായും റോമ സാമ്രാജ്യമായി മാറിയത്. ഇതോടെ ചക്രവർത്തി പരമോന്നത ഭരണാധികാരിയായി മാറി. ഇനി നമുക്ക് റോമൻ സാമ്രാജ്യത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. യൂറോപ്പ്, വടക്കൻ ആഫ്രിക്ക, പടിഞ്ഞാറൻ ഏഷ്യ എന്നിവിടങ്ങളിൽ വ്യാപിച്ചിരുന്ന വിശാലമായ സാമ്രാജ്യമായിരുന്നു. റോമൻ ചക്രവർത്തിമാർ പ്രിൻസെപ്പ് അഥവാ പ്രഥമ പൗരർ എന്നറിയപ്പെട്ടു. പ്രിൻസെപ്പ് തലവനായ റോമൻ ഭരണ സംവിധാനം പ്രിൻസിപ്പേറ്റ് എന്ന് അറിയപ്പെടുന്നു. അഗസ്റ്റസ് ആണ് പ്രിൻസിപ്പേറ്റ് ഭരണ സംവിധാനം സ്ഥാപിച്ചത്. വേതനം കൈപ്പറ്റി സേവനം ചെയ്ത ശക്തമായ സൈന്യം ഉണ്ടായിരുന്നു. ഇനി നമുക്ക് റോമിന്റെ സാംസ്കാരിക സംഭാവനകൾ എന്തൊക്കെയായിരുന്നു എന്ന് നോക്കാം. ഭാഷ, സാഹിത്യം, കല, നഗരാസൂത്രണം തുടങ്ങിയ മേഖലകളിലെല്ലാം റോമിന്റെ സംഭാവനകൾ നിലനിൽക്കുന്നുണ്ട്. ജലവിതരണത്തിനായി നിർമ്മിക്കപ്പെട്ട കമാനാകൃതിയിലുള്ള കനാലുകളായ അക്വിഡക്റ്റുകളും വിശാലമായതും തുറന്ന വേദിയുമായ കൊളോസിയവും റോമൻ സാമ്രാജ്യത്തിന്റെ സാംസ്കാരിക സംഭാവനകളാണ്. അവിടെ അക്വിഡക്റ്റിന്റെയും കൊളോസിയത്തിന്റെയും ചിത്രം തന്നിട്ടുണ്ട്, കണ്ടാ മക്കളെ. ഇനി അതിന് താഴെ ഒരു ചോദ്യവും ഉണ്ട്. റോമിൽ നിലനിന്ന വ്യത്യസ്ത ഭരണ സംവിധാനങ്ങളെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കൂ. ആദ്യകാലത്ത് റോമിൽ രാജഭരണം നിലനിന്നിരുന്നു. BCE 6-ാം നൂറ്റാണ്ടിൽ രാജഭരണം അവസാനിച്ച് റിപ്പബ്ലിക് ഭരണ സംവിധാനം നിലവിൽ വന്നു. റിപ്പബ്ലിക്കൻ ഭരണ സംവിധാനത്തിൽ രാജാവിന് പകരം കോൺസൽ എന്നറിയപ്പെട്ടിരുന്ന തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗസ്ഥർക്കായിരുന്നു ഭരണ ചുമതല. BCE 1-ാം നൂറ്റാണ്ടിൽ റോമൻ റിപ്പബ്ലിക്കിന്റെ കോൺസൽ പദവി വഹിച്ചിരുന്ന ജൂലിയസ് സീസർ റിപ്പബ്ലിക്കൻ ഭരണരീതി അവസാനിപ്പിച്ച് ഏകാധിപതിയായി അധികാരം കൈയടക്കി. അഗസ്റ്റസിന്റെ ഭരണകാലത്താണ് റോമൻ റിപ്പബ്ലിക് പൂർണ്ണമായും റോമ സാമ്രാജ്യമായി മാറിയത്. ഇതോടെ ചക്രവർത്തി പരമോന്നത ഭരണാധികാരിയായി മാറി. രാഷ്ട്ര രൂപീകരണം ഇന്ത്യയിൽ. സാംസ്കാരിക വിനിമയ പരിപാടിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത് വിവാൻ ആയിരുന്നു. വിവാന്റെ വിവരണം ശ്രദ്ധിക്കാം. ഞാൻ വിവാൻ ഇന്ത്യയെ പ്രതിനിധീകരിച്ചാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. സിന്ധു നദിയുടെയും പോഷക നദികളുടെയും തീരങ്ങളിൽ നിലനിന്നിരുന്ന ഹരപ്പൻ സംസ്കാരത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഹരപ്പൻ സംസ്കാരത്തിന്റെ തകർച്ചയ്ക്കു ശേഷം ഏകദേശം 1500 BCEയോടെ ആര്യന്മാർ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കു പടിഞ്ഞാറുള്ള സപ്തസിന്ധു പ്രദേശങ്ങളിൽ അധിവാസമുറപ്പിച്ചു. അക്കാലത്ത് രചിക്കപ്പെട്ട വേദങ്ങളിൽ നിന്നാണ് ഇവരെക്കുറിച്ച് നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നത്. വേദങ്ങൾ രചിക്കപ്പെട്ട ഈ കാലഘട്ടം വേദകാലം എന്നറിയപ്പെടുന്നു. പിൽക്കാലത്ത് ആര്യന്മാർ സപ്തസിന്ധു പ്രദേശത്ത് നിന്ന് ഗംഗയുടെയും പോഷക നദികളുടെയും തീരങ്ങളിൽ എത്തിച്ചേർന്നു. ഇരുമ്പിന്റെ കണ്ടുപിടുത്തവും ഉപയോഗവും കൃഷിയുടെ വ്യാപനത്തിനും ഉൽപാദനത്തിനും
ഉൽപാദന വർധനവിനും കാരണമായി. മിച്ചോൽപാദനം കച്ചവട കേന്ദ്രങ്ങളുടെ വികാസത്തിന് വഴിതെളിച്ചു. ഈ കച്ചവട കേന്ദ്രങ്ങളാണ് പിന്നീട് നഗരങ്ങളായി മാറിയത്. ഈ നഗരങ്ങൾ കേന്ദ്രീകരിച്ച് ജനപദങ്ങൾ രൂപപ്പെട്ടു. വിവാൻ നൽകിയ വിവരണത്തിൽ നിന്നും ഇന്ത്യയിലെ ജനപദങ്ങളുടെ വളർച്ചയെ സൂചിപ്പിക്കുന്ന ചരിത്ര വഴികൾ കണ്ടെത്തി ഇവിടെ നൽകിയിരിക്കുന്ന വർക്ക് ഷീറ്റ് പൂർത്തിയാക്കുക. ഇങ്ങനെയാണ് കേട്ടോ മക്കളെ വർക്ക് ഷീറ്റ് വരുന്നത്. ഇരുമ്പിന്റെ കണ്ടുപിടുത്തവും ഉപയോഗവും, മിച്ചോൽപാദനം, ഉൽപാദന വർധനവ്, പിന്നെ കൃഷിയുടെ വ്യാപനം, കച്ചവട കേന്ദ്രങ്ങൾ, നഗരങ്ങൾ, ജനപദങ്ങൾ. ജനപദങ്ങളിൽ നിന്ന് മഹാജനപദങ്ങളിലേക്ക്. പുരാതന ഇന്ത്യയിൽ രൂപം കൊണ്ട നഗരങ്ങൾ കേന്ദ്രീകരിച്ചാണ് ജനപദങ്ങൾ രൂപപ്പെട്ടതെന്ന് കണ്ടല്ലോ. ഫലഭൂയിഷ്ഠമായ നദീതടങ്ങളും സമൃദ്ധമായ വനമേഖലകളും ചില ജനപദങ്ങളെ കൂടുതൽ ശക്തമാക്കി. സമീപ പ്രദേശത്തുള്ള ജനപദങ്ങളെ കീഴടക്കിയ പ്രബലമായ ജനപദങ്ങൾ മഹാജനപദങ്ങളായി പരിണമിച്ചു. മഹാജനപദങ്ങളുടെ കാലം ഇന്ത്യയിലെ രണ്ടാം നഗരവൽക്കരണം എന്നാണ് അറിയപ്പെടുന്നത്. ജനപദങ്ങളും അതുപോലെ 16 മഹാജനപദങ്ങളും ഏതൊക്കെയാണ് നമുക്ക് അവിടെ നോക്കാം. ജനപദങ്ങൾ. ജനപദം എന്നാൽ ജനം അധിവസിച്ച സ്ഥലം എന്നാണ് അർത്ഥം. വിഭവങ്ങൾ ലഭ്യമായ ഇടങ്ങളിൽ കൃഷിയിടങ്ങളും താമസ മേഖലകളും രൂപപ്പെടുത്തിയ ജനങ്ങൾ അവിടെ സ്ഥിരമായി താമസിച്ചു. ഇങ്ങനെയാണ് ജനപദങ്ങൾ രൂപപ്പെട്ടത്. ഇനി 16 മഹാജനപദങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കമ്പോജം, ഗാന്ധാരം, മഗധ, അംഗം, വജ്ജി, മല്ല, കാശി, വത്സ, കോസലം, ചേതി, പാഞ്ചാലം, അശ്മകം, അവന്തി, ശൂരസേന, കുരു, മത്സ്യ എന്നിവയായിരുന്നു 16 മഹാജനപദങ്ങൾ. മഗധ പ്രബല ശക്തിയാകുന്നു. BCE 6-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ നിലനിന്നിരുന്ന 16 മഹാജനപദങ്ങളിൽ പ്രബല ശക്തിയായി മാറിയത് മഗധയാണ്. മഗധയുടെ സ്ഥാനം എവിടെയാണെന്ന് നമുക്കവിടെ ഭൂപടത്തിൽ തന്നിട്ടുണ്ട് കേട്ടോ മക്കളെ, കണ്ടല്ലോ. ഭൂപടം 2.2-ൽ മഗധയുടെ സ്ഥാനം രേഖപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധിക്കൂ. പ്രബലമായ ഒരു മഹാജനപദമാകുന്നതിന് മഗധയെ സഹായിച്ച ഘടകങ്ങൾ എന്തെല്ലാമായിരുന്നു എന്ന് നമുക്ക് നോക്കാം. മഗധയുടെ വളർച്ചയ്ക്ക് സഹായകമായ ഘടകങ്ങളാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. 1. ശക്തരായ ഭരണാധികാരികളും ശക്തമായ സൈന്യവും ഉണ്ടായിരുന്നു. ഗംഗയുടെയും പോഷക നദികളുടെയും സാമീപ്യം കൊണ്ടുണ്ടായ ഫലഭൂയിഷ്ഠത. ഇരുമ്പയിരിന്റെ സാന്നിധ്യം. ഇരുമ്പായുധങ്ങളുടെയും ഉപകരണങ്ങളുടെയും നിർമ്മാണവും ഉപയോഗവും. കാർഷിക മേഖലയിലും വാണിജ്യ രംഗത്തും ഉണ്ടായ പുരോഗതി. തുടക്കത്തിൽ രാജഗൃഹവും ബീഹാറിലെ രാജ്ഗീർ, പിന്നീട് പാടലിപുത്രവും അതായത് ഇന്നത്തെ പാറ്റ്നയായിരുന്നു മഗധയുടെ തലസ്ഥാനങ്ങൾ. മഗധയിലെ പ്രധാന ഭരണാധികാരികളായിരുന്നു ബിംബിസാരൻ, അജാതശത്രു, മഹാപത്മനന്ദൻ, ധനനന്ദൻ തുടങ്ങിയവർ. ഇനി നമുക്ക് മൗര്യ രാജ്യത്തെ കുറിച്ച് നോക്കാം. മക്കൾ മൗര്യ സാമ്രാജ്യത്തെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടോ? BCE 321-ൽ മഗധയിലെ ഭരണാധികാരിയായിരുന്ന ധനനന്ദനെ പരാജയപ്പെടുത്തി ചന്ദ്രഗുപ്ത മൗര്യൻ മഗധയുടെ അധികാരം പിടിച്ചെടുത്തു. മഗധയോടൊപ്പം സമീപ പ്രദേശങ്ങളും കൂട്ടിച്ചേർത്ത് മൗര്യ രാജ്യം സ്ഥാപിച്ചത് ചന്ദ്രഗുപ്ത മൗര്യനാണ്. മഗധയെ വിശാലമായ മൗര്യ രാജ്യമാക്കി മാറ്റാനും മികച്ചൊരു ഭരണ സംവിധാനം രൂപപ്പെടുത്താനും ചന്ദ്രഗുപ്ത മൗര്യനെ സഹായിച്ചത് അദ്ദേഹത്തിന്റെ മന്ത്രിയായിരുന്ന കൗഡില്യൻ അഥവാ ചാണക്യനാണ്. മൗര്യ രാജ്യത്തിലെ മികച്ച ഭരണാധികാരിയായിരുന്ന അശോകൻ കാശ്മീരും കലിംഗവും അതായത് ഇന്നത്തെ ഒഡീഷയുടെ കടലോര പ്രദേശവും കീഴടക്കി രാജ്യത്തിന്റെ വിസ്തൃതി വർദ്ധിപ്പിച്ചു. ഭൂപടം 2.3-ൽ നിന്നും മൗര്യ രാജ്യത്തിന്റെ വിസ്തൃതി നിരീക്ഷിക്കൂ. കണ്ടോ മക്കളെ, ഇത്രയും ഭാഗം മൗര്യ സാമ്രാജ്യമായിരുന്നു. അതായത് അവിടെ ഈ ഷെയ്ഡ് ചെയ്ത് തന്ന ഭാഗം കണ്ടല്ലോ, അതെല്ലാം മൗര്യ സാമ്രാജ്യമായിരുന്നു. അതായത് ഏകദേശം നമ്മുടെ ഇന്ത്യയുടെ പകുതി മുക്കാലിലേറെ ഭാഗവും മൗര്യ സാമ്രാജ്യമായിരുന്നു അല്ലേ. കൗഡില്യന്റെ അർത്ഥശാസ്ത്രം. മൗര്യ രാജ്യത്തെക്കുറിച്ച് നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നത് കൗഡില്യൻ രചിച്ച അർത്ഥശാസ്ത്രത്തിൽ നിന്നാണ്. രാജാവ് ഭരണം നടത്തേണ്ടതും രാജ്യവിസ്തൃതി വർദ്ധിപ്പിക്കേണ്ടതും എങ്ങനെയാണെന്ന് ഈ കൃതിയിൽ വിവരിക്കുന്നുണ്ട്. രാജ്യത്തെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷിക്കേണ്ട വിധം, നികുതി ഈടാക്കൽ എന്നിവയെക്കുറിച്ചെല്ലാം വിശദമായ വിവരണങ്ങൾ നൽകുന്ന ഗ്രന്ഥമാണ് ഇത്. നമുക്കിന്ന് ഇതിന് താഴെ ഒരു ചോദ്യം തന്നിട്ടുണ്ട്. മഹാജനപദമായിരുന്ന മഗധ ശക്തമായ മൗര്യ രാജ്യമായി വളർന്നതെങ്ങനെയെന്ന് ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കൂ. BCE 321-ൽ മഗധയിലെ ഭരണാധികാരിയായിരുന്ന ധനനന്ദനെ പരാജയപ്പെടുത്തി ചന്ദ്രഗുപ്ത മൗര്യൻ മഗധയുടെ അധികാരം പിടിച്ചെടുത്തു. മഗധയോടൊപ്പം സമീപ പ്രദേശങ്ങളും കൂട്ടിച്ചേർത്ത് മൗര്യ രാജ്യം സ്ഥാപിച്ചത് ചന്ദ്രഗുപ്ത മൗര്യനാണ്. മഗധയെ വിശാലമായ മൗര്യ രാജ്യമാക്കി മാറ്റാനും മികച്ചൊരു ഭരണ സംവിധാനം രൂപപ്പെടുത്താൻ ചന്ദ്രഗുപ്ത മൗര്യനെ സഹായിച്ചത് അദ്ദേഹത്തിന്റെ മന്ത്രിയായിരുന്ന കൗഡില്യൻ അഥവാ ചാണക്യനാണ്. മൗര്യ രാജ്യത്തിലെ മികച്ച ഭരണാധികാരിയായിരുന്ന അശോകൻ കാശ്മീരും കലിംഗവും അതായത് ഇന്നത്തെ ഒഡീഷയുടെ കടലോര പ്രദേശവും കീഴടക്കി ആ രാജ്യത്തിന്റെ വിസ്തൃതി വർദ്ധിപ്പിച്ചു.
ഇനി നമുക്ക് പ്രാചീന ഇന്ത്യയിലെ ദർശനങ്ങളെക്കുറിച്ച് നോക്കാം. പ്രാചീന ഇന്ത്യയിലുണ്ടായ ആദ്യകാല രാഷ്ട്ര രൂപീകരണം നാം കണ്ടല്ലോ. ഇനി ഇക്കാലഘട്ടത്തിൽ രൂപം കൊണ്ട ചില ദർശനങ്ങളെ നമുക്ക് പരിചയപ്പെടാം. ആദ്യത്തേത് ജൈന മതമാണ്. BCE 6-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ രൂപം കൊണ്ട ദർശനമായിരുന്നു ജൈനമതം. വർദ്ധമാന മഹാവീരനാണ് ജൈനമതം പ്രചരിപ്പിച്ചത്. ജൈനമതത്തിലെ 24-ാമത്തെ തീർത്ഥങ്കരനായിരുന്നു വർദ്ധമാന മഹാവീരൻ. ലൗകിക സുഖങ്ങളെ കീഴടക്കിയവൻ എന്ന അർത്ഥം വരുന്ന ജിനൻ എന്നും അദ്ദേഹം അറിയപ്പെട്ടു. ജൈനമതത്തിന്റെ ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. എല്ലാ വസ്തുക്കൾക്കും ജീവനുണ്ട്. ജീവനുള്ള ഒന്നിനെയും ഉപദ്രവിക്കരുത്, അതായത് അഹിംസ പിന്തുടരണം. കളവ് പറയരുത്, മോഷ്ടിക്കരുത്. ശരിയായ വിശ്വാസം, ശരിയായ അറിവ്, ശരിയായ പ്രവൃത്തി, ത്രിരത്നങ്ങൾ. ഇത് മൂന്നുമാണ് ത്രിരത്നങ്ങൾ എന്നറിയപ്പെട്ടത്. ഇത് മൂന്നും അനുഷ്ഠിക്കുക. ഇതായിരുന്നു ജൈനമതത്തിന്റെ പ്രധാന ആശയങ്ങൾ. തീർത്ഥങ്കരനെ കുറിച്ച് നോക്കാം. സന്യാസത്തിലൂടെ ജ്ഞാനം നേടിയവൻ എന്നാണ് തീർത്ഥങ്കരൻ എന്ന വാക്കിന്റെ അർത്ഥം. ജൈനമത വിശ്വാസപ്രകാരം 24 തീർത്ഥങ്കരന്മാരുണ്ടായിരുന്നു. അടുത്ത ദർശനം ബുദ്ധമതമാണ്. പ്രാചീന ഇന്ത്യയിൽ രൂപം കൊണ്ട മറ്റൊരു പ്രധാന ദർശനമായിരുന്നു ബുദ്ധമതം. ഗൗതമ ബുദ്ധനാണ് ബുദ്ധമതം സ്ഥാപിച്ചത്. സിദ്ധാർത്ഥൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. ബീഹാറിലെ ബോധഗയയിൽ വച്ച് ജ്ഞാനോദയം നേടിയ അദ്ദേഹം ഗൗതമ ബുദ്ധൻ എന്നറിയപ്പെട്ടു. ബുദ്ധമതത്തിന്റെ ആശയങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ഹിംസിക്കാതിരിക്കുക, അതായത് അഹിംസ പിന്തുടരുക. കളവ് പറയാതിരിക്കുക. സത്യസന്ധത പുലർത്തുക. അന്യരുടെ സ്വത്ത് ആഗ്രഹിക്കാതിരിക്കുക. ആദ്യം നമുക്ക് ജൈനമത ആശയങ്ങൾ നോക്കാം. ഏതൊക്കെയായിരുന്നു മക്കളെ? എല്ലാ വസ്തുക്കൾക്കും ജീവനുണ്ട്. പിന്നെ ജീവനുള്ള ഒന്നിനെയും ഉപദ്രവിക്കരുത്. കളവ് പറയരുത്, മോഷ്ടിക്കരുത്. ശരിയായ വിശ്വാസം, ശരിയായ അറിവ്, ശരിയായ പ്രവൃത്തി. ഈ ത്രിരത്നങ്ങൾ അനുഷ്ഠിക്കുക. ഇനി ബുദ്ധമത ആശയങ്ങൾ എന്തൊക്കെയായിരുന്നെന്ന് നോക്കാം. ഹിംസിക്കാതിരിക്കുക, കളവ് പറയാതിരിക്കുക, സത്യസന്ധത പുലർത്തുക, അന്യരുടെ സ്വത്ത് ആഗ്രഹിക്കാതിരിക്കുക. ഇതായിരുന്നു ബുദ്ധമത ആശയങ്ങൾ. ഇനി എന്താണ് ചാർവാക ദർശനം എന്ന് നോക്കാം. ഇന്ത്യയിൽ നിലനിന്നിരുന്ന മറ്റൊരു ദർശനമായിരുന്നു ചാർവാക ദർശനം. ഈ ദർശനം ലോകായത എന്നും അറിയപ്പെട്ടിരുന്നു. വിശ്വസിക്കുക എന്നതിനേക്കാൾ അന്വേഷിക്കുക എന്ന തത്വത്തിനായിരുന്നു ചാർവാക ദർശനം പ്രാധാന്യം നൽകിയിരുന്നത്. BCE 6-ാം നൂറ്റാണ്ട് മുതൽ ലോകത്താകമാനം മനുഷ്യജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നൂതനമായ കാഴ്ചപ്പാടുകൾ രൂപം കൊള്ളാൻ തുടങ്ങിയിരുന്നു. ഈ കാലഘട്ടത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ടായ രാഷ്ട്രീയ ദാർശനിക വികാസങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ പാഠഭാഗത്തിൽ ചർച്ച ചെയ്തത്. രാഷ്ട്ര രൂപീകരണം, ഭരണ സംവിധാനങ്ങൾ, സാംസ്കാരിക മുന്നേറ്റങ്ങൾ തുടങ്ങിയ മേഖലയിലുണ്ടായ മാറ്റങ്ങൾ എന്നിവ നാം പരിചയപ്പെട്ടു. രാഷ്ട്രത്തിന്റെയും ഭരണ സംവിധാനത്തിന്റെയും സവിശേഷതകളും പ്രത്യേകതകളും എന്തൊക്കെയാണെന്ന് തുടർന്നുള്ള പാഠങ്ങളിൽ നമുക്ക് പരിചയപ്പെടാം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ രണ്ടാമത്തെ പാഠഭാഗത്തിൽ നോക്കാനായിട്ടുള്ളത്. പാഠഭാഗവും നമ്മൾ അതിൽ ചെയ്തിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. 6-ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസ് നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കരുത്. അതുപോലെ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്